സാറേ ഈ കർക്കിടക മാസത്തിൽ ചികിത്സ ചെയ്താൽ തുടർച്ചയായിട്ട് എല്ലാ കർക്കിടകത്തിലും ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ആ ഒരു സംശയത്തിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി മിഥ്യാധാരണകൾ ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. അതിലൊന്നാണ് ഒരു കർക്കിടകത്തിൽ ചികിത്സ ചെയ്താൽ തുടർച്ചയായിട്ട് എല്ലാ കർക്കിടകത്തിലും ചികിത്സ ചെയ്യണമെന്നുള്ളതും കർക്കിടകകാലത്തിൽ ചികിത്സ ചെയ്താൽ ശരീരം വല്ലാതെ എളുപ്പമാവും എന്നുള്ളതെല്ലാം. പക്ഷേ അത് ശരിക്കും ഒരു മിഥ്യാധാരണ തന്നെയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പോലെയാണ്. ആ വണ്ടിക്ക് കൃത്യമായ ഇടവേളകളിൽ അതിന് തീരുമാനങ്ങളും എല്ലാം ബുദ്ധിമുട്ടുകളും മാറ്റാൻ വേണ്ടി നമ്മൾ സർവീസ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിട്ട് അധ്വാനിക്കുകയാണ്. അപ്പോൾ ആ ശരീരത്തിന് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സർവീസ് പോലെ തന്നെയാണ് നമ്മുടെ ചികിത്സയും കാണേണ്ടത്. ആ സർവീസ് പോലെയുള്ള ചികിത്സ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ശരീരം വീണ്ടും ഒരു വണ്ടി പോലെ തന്നെ നന്നായിട്ട് ഓടുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അതാണ് നമ്മുടെ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കർക്കിടക മാസം ചെയ്തുകൊണ്ട് വീണ്ടും ചെയ്യണമെന്നുള്ള അങ്ങനെയുള്ള ഒരു നിർബന്ധങ്ങളുമില്ല. കർക്കിടകത്തിൽ ചെയ്താൽ ഏറ്റവും നല്ലത്. കാരണം ശരീരം ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു സമയമാണ് കർക്കിടകാലത്തിലുള്ള ചികിത്സ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാം എണ്ണ തേച്ച് കുളിയൊക്കെ ഒരു പതിവ് ചര്യയായിരുന്നു. അങ്ങനെയുള്ള ചര്യകളെല്ലാം നിന്നുപോയി. ഇപ്പോൾ ആർക്കും എണ്ണ തേച്ച് കുളിക്കാനോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനോ സമയമില്ല. അതുകൊണ്ടാണ് കൃത്യമായ ഒരു ചികിത്സ എന്നുള്ള രൂപത്തിൽ കർക്കിടക ചികിത്സ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് കർക്കിടകത്തിൽ ചെയ്തതിൻ്റെ പേരിൽ എല്ലാ കർക്കിടകത്തിലും കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു ധാരണകളും അത് വെറും മിഥ്യാധാരണ മാത്രമാണ്.